പരിമിതി മൂലം കൊണ്ടാണ്. ഫൈസലിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ കരഘോഷ മുറ്റത്തിലാകേണ്ട നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെയാണ് ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അംഗബലം, നമ്മുടെ സപ്പോർട്ട് കുറയരുത്. ഒരുപാട് രാത്രികളിൽ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഉറക്കമളച്ചൊരു വലിയ വ്യക്തിത്വം കൂടിയാണ് ഈ വിദ്യാർത്ഥി. അദ്ദേഹത്തിന്റെ കഴിവ് നമ്മൾ ആദരിക്കുകയാണ്. അതെ, ഫൈസൽ നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ, ഒരുപാട് സ്റ്റുഡൻസിന്റെ മാതൃകയാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ബെസ്റ്റ് സപ്പോർട്ടിംഗ് ലീഡേഴ്സ് ആദർശ് ആൻഡ് അക്ഷയ്. ആദർശ് ആൻഡ് അക്ഷയ് മാതാ കോളേജിലെ സ്റ്റുഡൻസ് ആണ്. എന്തായാലും ജിജി മാമിന്റെ ആ ഒരു ചാരിറ്റിയും അല്ലെങ്കിൽ എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സൊക്കെ തീർച്ചയായിട്ടും അവിടുത്തെ സ്റ്റുഡൻസിന് ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല. ആൻഡ് യെസ്, അപ്പോൾ ആദർശിനും അക്ഷയ്ക്കും നമ്മൾ ഈ ഒരു മൊമെന്റ് ഹാൻഡ് ഓവർ ചെയ്യാണ്. ഇവർ തിരുവനന്തപുരത്തെ വിദ്യാർത്ഥികളാണ്. അവർ രണ്ടുപേർ ചേർന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും വിദ്യാർത്ഥികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ മെഡിക്കൽ ഫെസ്റ്റിന് ഇത്രയും വർണ്ണാഭമാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയത്. കൊടുക്കാൻ നിറഞ്ഞ കൈയടി. ആൻഡ് ഓൾസോ റിക്വസ്റ്റിംഗ് ഗായത്രി ടീച്ചർ ഒന്ന് വേദിയിലേക്ക് വരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ഗായത്രി ടീച്ചർ പ്ലീസ്. അടുത്തതായിട്ട് നമുക്ക് ബെസ്റ്റ് സ്റ്റുഡന്റ് ചാരിറ്റി വർക്കർ രേവതി. ആൻഡ് രേവതി നമ്മുടെ ഒരു വലിയൊരു മാതൃകയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു നമ്മുടെ ഗായത്രി ടീച്ചർ നമുക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. നമ്മുടെ എല്ലാവരുടെയും അഭിമാനമാണ് ഗായത്രി ടീച്ചർ. കൈയടിക്ക് ഒട്ടും കുറയ്ക്കണ്ട കേട്ടോ, നന്നായിട്ട് ഇങ്ങോട്ട് ഉച്ചത്തിൽ പോരട്ടെ. ഒരു നിറഞ്ഞ സ്നേഹ നിറകുടം ആണ് അദ്ദേഹം. ഒരുപാട് സ്നേഹത്തോടു കൂടി അത് ഏറ്റുവാങ്ങിയിരിക്കുന്നു. താങ്ക് യു. നമുക്ക് ബെസ്റ്റ് സ്റ്റുഡന്റ് ചാരിറ്റി വർക്കർ രേവതി. നമുക്ക് തോന്നുന്നു നമുക്ക് ജോസ് ആലുക്കാസിന്റെ ഈ ഒരു സ്പോൺസർഷിപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണ്ടി നമ്മുടെ അടുത്തേക്ക് എത്തിച്ചു തന്നത് രേവതിയാണ്. അപ്പോൾ രേവതിക്ക് ഒരു സ്പെഷ്യൽ നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് രേവതി. ഇനിയും ഒരുപാട് സഹകരണവും സപ്പോർട്ടും ഒക്കെ രേവതിയുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഇവിടെ ഒരു വീൽ ചെയർ എത്തിക്കുവാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ഒരാളാണ് ഈ പോകുന്ന വ്യക്തിത്വം. നമുക്ക് കൊടുക്കാം ഒരു ധൈര്യം, കാരണം ഒരു ഒട്ടും കുറവല്ല അയാളുടെ പ്രയത്നത്തിന് നമ്മൾ അഭിനന്ദിക്കുന്നത്.